തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേട്ടം. UDF-ൽ നിന്ന് 4 സീറ്റും BJP-യിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDF-ഉം UDF-ഉം 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 വിജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡും ഒറ്റശേഖരമംഗലവും BJP-യിൽ നിന്ന് പിടിച്ചെടുത്തു. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി വിജയം നേടി. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, LDF-ന് സീറ്റ് നഷ്ടമുണ്ടായിട്ടുണ്ടാകെ നോക്കിയാൽ, പക്ഷേ BJP-യിൽ നിന്നും UDF-ൽ നിന്നും ഒക്കെ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് ആ തരത്തിലേക്ക് വലിയ നേട്ടം LDF-ന് ഉണ്ടായിട്ടുണ്ട് എന്നാണോ? അനുജ, LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ആകെ 23 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിലെ 23 വാർഡിൽ ആകെ 5 സീറ്റുകളിൽ മാത്രമായിരുന്നു LDF വിജയിച്ചു നിന്നിരുന്നത്. അവിടെ നിന്നാണ് അത് നേരെ ഇരട്ടിയിലേക്ക് കുതിച്ചുയർത്താൻ LDF-ന് കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മൊത്തത്തിൽ നോക്കുമ്പോൾ LDF-ഉം UDF-ഉം 10 സീറ്റും ഒപ്പം തന്നെ BJP-ക്ക് 3 സീറ്റും എന്നുള്ളതാണ് ചിത്രമെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം UDF 13-ൽ നിന്നാണ് 10-ആയി ചുരുങ്ങിയത്. BJP ആകട്ടെ 5-ൽ നിന്ന് 3-ആയി ചുരുങ്ങുകയായിരുന്നു. അതേസമയം ഈ സീറ്റുകളിലാണ് വലിയ നിലയിലുള്ള നേട്ടം LDF-ന് ഉണ്ടായത്. 5-ൽ നിന്ന് അവർക്ക് 10-ആയി ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പല സിറ്റിംഗ് സീറ്റുകളും പല BJP-യുടെയൊക്കെ ഒരു തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ പ്രധാനപ്പെട്ട വാർഡുകൾ, വെള്ളാർ വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ഉൾപ്പെടെ വിജയിക്കാൻ സാധിച്ചു. BJP-യുടെ പ്രധാനപ്പെട്ട കുത്തക സീറ്റായിരുന്ന പല വാർഡുകളിലും LDF-ന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ, അത് എറണാകുളത്തെ ഒരു പഞ്ചായത്തിൽ ഭരണമാറ്റത്തിനുൾപ്പെടെ വഴിവെക്കുന്ന നിലയിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. UDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതോടുകൂടി നെടുമ്പാശ്ശേരിയിൽ ഒരു വാർഡിൽ, നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ തന്നെ LDF അധികാരത്തിലേക്ക് വരുന്നൊരു സ്ഥിതി ഉണ്ടായി. ആ നിലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDF-ന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിജയം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ നിലവിൽ തന്നെ BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തിരിക്കുന്നത് 3 സീറ്റുകളാണ്. UDF-ൽ നിന്ന് LDF 4 സീറ്റ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലാണ് LDF-ന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. UDF-ൽ നിന്നും BJP-യിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ LDF-ന് കഴിഞ്ഞു. ഇപ്പോൾ 10 വീതം സീറ്റുകൾ LDF-നും UDF-നും എന്നുള്ളതാണ്. സലിം, തുടരൂ. അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ LDF-ന് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം BJP-യുടെ കയ്യിലുണ്ടായിരുന്ന 2 വാർഡുകൾ, അതായത് അതിലൊന്ന് നഗരസഭയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ BJP-യിൽ നിന്ന് LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും BJP-യിൽ നിന്ന് LDF പിടിച്ചെടുക്കുകയായിരുന്നു. ആ നിലയിൽ വലിയ നേട്ടം എല്ലാ സ്ഥലങ്ങളിലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അനുജ, ശരി, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലാണ് LDF-ന് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ചിലയിടത്ത് ഭരണമാറ്റത്തിന് പോലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വഴിവെക്കുന്നുണ്ട് എന്നതാണ്. നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ നെടുമ്പാശ്ശേരി 14-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുത്തു. ഇടത് സ്ഥാനാർത്ഥി NS അർച്ചനയുടെ വിജയമാണ് നിർണായകമായത്. 98 വോട്ടുകൾക്കാണ് അർച്ചന വിജയിച്ചത്. അജീഷ് ജയകുമാർ തയ്യാറാക്കി റിപ്പോർട്ട് കാണും. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ അംഗമായ UDF അംഗം രാജിവെച്ചതോടെയാണ് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF ഈ സീറ്റ് UDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. 98 വോട്ടുകൾക്കാണ് LDF-ന്റെ അർച്ചന NS വിജയിച്ചത്. UDF-ന്റെ സീറ്റ് തിരിച്ചു പിടിച്ചു, ഒപ്പം പഞ്ചായത്തിന്റെ ഭരണവും തിരിച്ചു പിടിച്ചു. എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയേറെ ആൾക്കാർ ഒരു പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു ഭരണ മാറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരോട് എപ്പോഴും നന്ദി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് ഞാൻ ജാതിയോ മതമോ രാഷ്ട്രീയോ ഭേദമോ എല്ലാം നോക്കാതെ തന്നെ ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. അത് എൻ്റെ ഒരു ഉറപ്പാണ്, LDF-ന്റെ ഉറപ്പാണത്. അപ്പോൾ അങ്ങനെയാണ് 19 സീറ്റുകളാണ്, 19 വാർഡുകളാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലുള്ളത്. അതിൽ LDF-നും UDF-നും 9 വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് UDF ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ പഞ്ചായത്തിലാണ് ഇപ്പോൾ LDF 3 വർഷങ്ങൾക്ക് ശേഷം അധികാരം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അങ്ങനെ LDF-ന് ഇപ്പോൾ 10 സീറ്റായി, UDF-ന് 9 സീറ്റുകൾ മാത്രമാണ് നിലവിലുള്ളതോടെ തന്നെ UDF-ന്റെ ഭരണം നഷ്ടമായിരിക്കുകയാണ് 3 വർഷങ്ങൾക്ക് ശേഷം. നെടുമ്പാശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ നിന്നും VS രാഹുലിനൊപ്പം അജീഷ് ജയകുമാർ, 24.